നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF ഭരണം സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാക്കിയെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തിപ്പോൾ നിയമന നിരോധനമെന്നും പിണറായി. അവിശുദ്ധ സഖ്യം CPM-ഉം BJP-യും തമ്മിലാണെന്ന് അഡ്വക്കേറ്റ് CK ശ്രീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളും. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലാണ് 100ഓളം സ്ത്രീകൾ പ്രചരണത്തിനിറങ്ങിയത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ K. ദാസിന്റെ ഓർമ്മയ്ക്കായുള്ള ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് തുടങ്ങി. ഉഴുന്നുപരിപ്പിന്റെ വില കുതിച്ചുയർന്നതോടെ പപ്പട നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ വിശദമായി. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ 4.5 വർഷത്തെ ഭരണം സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാക്കിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ആരോപിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് റാലി കോട്ടച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഭരണത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്നും എന്നാൽ ഇന്ന് വിലക്കയറ്റം രൂക്ഷമായതിനാൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇപ്പോൾ നിയമനിരോധനത്തിന്റെ പ്രതീതിയാണ്. ജോലി ചെയ്യാൻ യുവാക്കളും യുവതികളും തയ്യാറാണ്. എന്നാൽ സർക്കാർ തൊഴിൽ മാത്രം നൽകുന്നില്ല. ഒഴിവുകൾ നിരവധിയുണ്ടായിട്ടും ഒന്നിലും നിയമനം നടക്കുന്നില്ല. PSCയിൽ നിന്നും ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും നിയമനം ലഭിക്കുന്നില്ല. മറിച്ച് PSCയുടെ കാലാവധി നീട്ടി ഉദ്യോഗാർത്ഥികളെ വിഡ്ഢികളാക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും പിണറായി പറഞ്ഞു. നല്ല മികവുറ്റ പ്രവർത്തനമാണല്ലോ ആ സ്ഥാപനം കാഴ്ചവെച്ചത്. സാമ്പത്തിക പ്രതിസന്ധി ആകെ പരിഹരിച്ചിട്ടല്ല, എന്നാൽ പ്രവർത്തന ലാഭം ഉണ്ടായി. തന്നാണ്ട് ലാഭം ഓരോ വർഷവും ഉണ്ടായി. എന്തുകൊണ്ടത്? തലപ്പത്തിരിക്കുന്നവർക്ക് നാടിനോട് പ്രതിബദ്ധത വേണം, ജനങ്ങളോട് പ്രതിബദ്ധത വേണം. അതില്ലാത്ത UDF അധികാരത്തിൽ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നേതൃത്വവും UDF-ന് കിട്ടി. എന്താ പിന്നെ കണ്ടത്? അവരവരുടെ ശീലം വെച്ചല്ലേ കാര്യങ്ങൾ നടത്തൂ. അടിച്ചു മാറ്റൽ തുടങ്ങി. CK ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. P. കരുണാകരൻ MP, E. ചന്ദ്രശേഖരൻ MLA, AK നാരായണൻ, അഡ്വക്കേറ്റ് ദാമോദരൻ, ജ്യോതി ബസു, MV ബാലകൃഷ്ണൻ, മാട്ടുമ്മൽ ഹസൻ, P. അപ്പുക്കുട്ടൻ, VV രമേശൻ, P. നാരായണൻ, DV അമ്പാടി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ മതനിരപക്ഷത അട്ടിമറിക്കാൻ RSS വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടി ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ബന്തെടുക്കയിൽ നടന്ന LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമാണ്. പരസ്പര സ്നേഹത്തിൽ കഴിയുന്ന മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ശത്രുക്കളാക്കാനുള്ള ശ്രമമാണ് RSS-ഉം SNDP-യും നടത്തുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിന് കൂട്ടുനിൽക്കുന്നു. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള RSS-ന്റെ അജണ്ടയാണ് ഇതിനു പിന്നിലെന്നും പിണറായി പറഞ്ഞു. RSS-ന് നമ്മുടെ നാട്ടിലൊരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇവിടെ എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. പക്ഷെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നില്ല. നേരത്തെ നടത്തിയ പരീക്ഷണവും പരാജയപ്പെട്ടു. അതിനുശേഷം അവര് സാമുദായിക സംഘടനകളിൽ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനിലാണ് എല്ലാ പ്രതീക്ഷയും. വെള്ളാപ്പള്ളി നടേശൻ വിചാരിച്ചാൽ SNDP-യിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുണ്ട്. അവരെ മുഴുവൻ വെള്ളാപ്പള്ളി നടേശൻ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ RSS മഹാശക്തിയായിട്ട് മാറും. ഇതാണ് കണക്കുകൂട്ടൽ. അതിന് കേരളത്തിലെ ശ്രീനാരായണ ദർശനം അംഗീകരിക്കുന്നവർക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ. RSS-നൊരു ദർശനമുണ്ടല്ലോ. എന്താണ് RSS-ന്റെ നയം? മതത്തിന്റെ കാര്യത്തിൽ RSS നിലപാട് എന്താണ്? ഇവിടെ ന്യൂനപക്ഷം പാടില്ല എന്നാണല്ലോ RSS നിലപാട്. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, K. കുഞ്ഞിരാമൻ MLA, P. രാഘവൻ, LDF സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് സ്ഥാനാർത്ഥി അനിതയുടെ പ്രചാരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സജീവമായി രംഗത്ത്. വാർഡിനകത്തെ 100ഓളം തൊഴിലാളികളാണ് വീടുകൾ കയറിയിറങ്ങി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ച UDF സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയതെന്ന് വീടുകൾ കയറിയിറങ്ങി വോട്ടഭ്യർത്ഥിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിലാളികൾ നടത്തിയ നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ ഫലമായാണ് കുറഞ്ഞ ദിവസങ്ങളിലെങ്കിലും തൊഴിൽ ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. വർഷം മുമ്പേ ഇവർ തൊഴിലുറപ്പ് മേഖലയിലുണ്ട്. അതേ സമയത്ത് തൊഴിലുകളെല്ലാം നന്ന കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് കാർഷിക മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നാലും ചെറിയ ചെറിയ പണികൾ മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ കീഴിൽ ഒരു 130ഓളം തൊഴിലാളികൾ നമ്മളെ വാർഡിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് ഇവരുടെ ഇപ്പോൾ ഈ 19-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാവുന്ന അയന്തേശിയുടെ ഒറ്റ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ 130 തൊഴിലാളികൾ ഇവിടെ ജോലിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ് ഇവർ മുഴുവൻ തൊഴിലാളികളോടും പെരുമാറുന്നതും. അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ചെയ്യും. അവരോട് പെരുമാറുന്ന രീതിയും അതുപോലെ തന്നെ. പക്ഷെ തൊഴിലുറപ്പ് മേഖലയെ ഇപ്പോൾ ചില തെരഞ്ഞെടുത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് മാത്രമായി തൊഴിലുറപ്പ് മേഖലയെ ഉൾപ്പെടുത്തുന്ന പരാതി ഇതുണ്ട്. മുകളിൽ നിന്നുള്ള ഓർഡറെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അതിന് ഞങ്ങൾ ഒരിക്കലും അതിന് വിട്ടുകൊടുക്കില്ല. അതിന് നമ്മൾ എന്ത് തീവ്ര പോരാട്ടം നടത്തിയിട്ടും അത് നമ്മളുടെ തീരദേശ മേഖലയിലും അത് ഉൾപ്പെടുത്താൻ നമ്മൾ കഠിന പ്രയത്നം ചെയ്ത് സമരം. സർക്കാരിന്റെ ജനദ്രോഹപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായ താക്കീതായി മാറ്റാൻ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും തൊഴിലാളികൾ വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരോട് ആവശ്യപ്പെട്ടു. വീടുകൾ കയറിയിറങ്ങിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. 2016 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. അജാനൂർ പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നതിന് ശേഷം നടക്കുന്ന 5ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 3 പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഭരണ നേതൃത്വം നൽകുകയും 4ാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ നോട്ടപ്പിശകുകൊണ്ട് ഒരു ചെറിയ കൈ അബദ്ധം നമുക്ക് സംഭവിച്ചതിനെ തുടർന്നാണ് 5 കൊല്ലക്കാലം നമുക്ക് ഭരണം നഷ്ടപ്പെട്ടു പോയത്. അതിൻ്റെ ദുരന്തമാണ് നമ്മളെല്ലാം അനുഭവിക്കുന്നത്. നമ്മുടെ പ്രദേശങ്ങളിൽ കടന്നു വരാനുള്ള റോഡില്ല. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് വഴി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെല്ലാം മുരടിച്ചിരിക്കുകയാണ്. 20-ാം വാർഡ് സ്ഥാനാർത്ഥി കമലാക്ഷൻ കൊളവയൽ, രതീഷ് പൊയ്യക്കര, K കോരൻ, സ്ഥാനാർത്ഥി അനിത എന്നിവർ സംബന്ധിച്ചു. ബിന്ദു കൊളവയൽ, സുമാ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ. അവിശുദ്ധ സഖ്യം CPM-ഉം BJP-യും തമ്മിലാണെന്ന് കോൺഗ്രസ് നേതാവ്. അണികളെ സമാധാനിപ്പിക്കാൻ കോലിബി എന്ന പതിറ്റാണ്ടുകൾ മുമ്പ് പ്രയോഗിച്ച പഴയ തുരുമ്പായുധം ഇപ്പോഴും കൊണ്ടുനടക്കുകയാണ് കോടിയേരിയെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കവെയാണ് കോടിയേരി ബാലകൃഷ്ണൻ കോൺഗ്രസിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. ആരോപണമുന്നയിക്കുന്ന CPM-ആണ് BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നതെന്നും CK ശ്രീധരൻ കാലിക്കടവിൽ സീനറ്റ് ന്യൂസിനോട് പറഞ്ഞു. കുറേ കാലമായി ഇടതുപക്ഷക്കാരും CPI-കാരും ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ മുഴക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് കോലിബി സഖ്യം എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അതേ പഴയ ഒരു പ്രചരണ ആയുധം ഇത്തവണയും ആ പഴകി തുരുമ്പിച്ച ആയുധം തന്നെയാണ് ശ്രീ കോടിയേരി ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. സത്യത്തിൽ ഇവിടെ കോലിബി അല്ല ഉള്ളത്. ഇവിടെ CPM BJP അവിശുദ്ധ ബാന്ധവമാണ് ഈ ജില്ലക്കകത്ത് വ്യാപകമായി നടക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ CPM-ന്റെ ജില്ലാ നേതാവായ ആളിനെ നഗരസഭയുടെ ഭൂരിപക്ഷം ലഭിച്ചാൽ തങ്ങളുടെ ചെയർമാൻ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന നേതാവിനെ വിജയിപ്പിക്കാൻ നഗരസഭയിലെ മുൻ BJP കൗൺസിലറും ഇപ്പോൾ 15-ാം വാർഡിലെ നഗരസഭയിലെ സ്ഥാനാർത്ഥിയായ ബൽരാജിന്റെ ജ്യേഷ്ഠ സഹോദരനും വ്യവസായ പ്രമുഖനുമായ ഒരു BJP നേതാവ് CMP-യുടെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി B സുകുമാരനെ മത്സര രംഗത്തു നിന്ന് പിന്മാറണം. CPM സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി
ചെയർമാൻ കാൻഡിഡേറ്റിനെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി അത്തരമൊരു നീക്കം നടത്തി എന്ന് ആരോപിച്ചത് സാക്ഷാൽ CMPയുടെ UDFന്റെ സ്ഥാനാർത്ഥി B. സുകുമാരനാണ്. ആരാണ് അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഒരു രഹസ്യ ബാന്ധവത്തിന് മുതിരുന്നത്? ജില്ലയിലെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP CPM ബാന്ധവം പരസ്യമായിരിക്കുകയാണെന്നും CK ശ്രീധരൻ ആരോപിച്ചു. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണസാരഥ്യം ഇത്തവണയും UDFനൊപ്പം ഉണ്ടായിരിക്കുമെന്നും ജില്ലാ പഞ്ചായത്തിൽ ജനവിരുദ്ധ ഭരണം നടത്തിയ LDFനെ പുറത്താക്കി സുതാര്യമായി ഭരണം നടത്താൻ ജനങ്ങൾ UDFനെ വിജയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷനിൽ ഇത്തവണ വേറുറ്റ പോരാട്ടമാണ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ പയറ്റിത്തെളിഞ്ഞ വനിതകൾ മത്സരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. ജില്ലയുടെ തെക്കേയറ്റത്തുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് പിലിക്കോട്. പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 15 വാർഡുകൾ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകൾ, പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ 8 വാർഡുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് പിലിക്കോട് ഡിവിഷൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ച പിലിക്കോട് ഡിവിഷനിൽ ഇക്കുറി മത്സരം കടുക്കും എന്നാണ് തെളിയുന്നത്. CPMലെ PP പ്രസന്നകുമാരിയാണ് ഇടത് സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി സജീവ സാന്നിധ്യമാണ് പ്രസന്ന. നിലവിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. SFIയിലൂടെ വളർന്ന പ്രസന്ന CPM തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പുത്തിലോട്ട് സ്വദേശിയായ പ്രസന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി. വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം വൻ ഭൂരിപക്ഷത്തോടെയുള്ള വിജയത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്ന് പ്രസന്നകുമാരി പറയുന്നു. ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ടാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പിലിക്കോട് ഡിവിഷനിൽ നിന്നും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDFന്റെ സാരഥിയായിട്ടുള്ള ഞാൻ പിലിക്കോട് ഡിവിഷനിലെ വിവിധ വാർഡുകളിൽ ജനങ്ങളെ സമീപിച്ച് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുമ്പോൾ നല്ല ശുഭപ്രതീക്ഷയാണ് LDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. നിലവിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കോൺഗ്രസിന്റെ VV പത്മജയാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. പേക്കടം സ്വദേശിയാണ്. പത്മജ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. കൈ അടയാളത്തിൽ വോട്ട് കൊടുക്കുക. യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിക്കുന്നു. ഗൃഹസന്ദർശനം, വാഹന പര്യടനം എന്നിങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറേ നാളുകളായി UDF അല്ലല്ലോ ജില്ലയിലും ബ്ലോക്കും എല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതിനോടൊരു എന്തോ ഒരു അവരുമായിട്ടൊരു താല്പര്യമില്ലാത്തൊരു രീതിയാണ് ഇപ്പോൾ നമ്മൾ സമീപിക്കുമ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് അനുകൂലമായിക്കൊണ്ടാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണത്തിൽ അജാനൂർ ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാനത്തെ തന്നെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നായി മാറ്റാൻ കഴിഞ്ഞുവെന്ന് അജാനൂർ പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച സേവനത്തിന് അജാനൂർ പഞ്ചായത്തിന് ISO അംഗീകാരം ലഭിച്ചുവെന്നും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഓഫീസ് സംവിധാനത്തിന് കിലയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചുവെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വെള്ളിക്കോത്ത് സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചതും മാവുങ്കാലിൽ മിനി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയതും UDF ഭരണത്തിലാണ്. 5 വർഷത്തെ ഭരണത്തിനിടയിൽ പുതിയ 4 കുടിവെള്ള പദ്ധതികൾ സ്ഥാപിക്കാൻ കഴിഞ്ഞുവെന്നും 10 അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്നും ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞ ആൺമക്കളുള്ള അച്ഛനമ്മമാർക്ക് പെൻഷൻ കിട്ടില്ലായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നു. അത് 1 ലക്ഷം രൂപ വരുമാനം ഉയർത്തി ആൺമക്കളുള്ളവർക്ക് പെൻഷൻ കൊടുക്കാമെന്ന നിബന്ധന വന്നു. അതോടുകൂടി ഒരു സമഗ്ര പെൻഷൻ പഞ്ചായത്താക്കി ഈ പഞ്ചായത്തിനെ മാറ്റിയത് ഈ ഭരണ സംവിധാനം. ഇപ്പോൾ 6000 ആളുകൾ ജനറൽ പഞ്ചായത്തിൽ ആകെയുള്ള വീടുകൾ ഏതാണ്ട് 11,000-ഓളം വീടുകളാണ് ആകെ ജനറൽ പഞ്ചായത്തിലുള്ളത്. ഇപ്പോൾ 6000-ഓളം വീടുകളിൽ പെൻഷൻ 700 രൂപ 1200 രൂപയും വെച്ചുകൊണ്ടുള്ള പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കർഷക തൊഴിലാളി പെൻഷനായാലും വിധവ പെൻഷനായാലും അഗതി പെൻഷനായാലും വികലാംഗ പെൻഷനായാലും വാർദ്ധക്യകാല പെൻഷനായാലും കിട്ടിക്കൊണ്ടിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ 14 അബ്ദുൾ റഹ്മാൻ, NV അരവിന്ദ് അക്ഷൻ നായർ, P ബാലകൃഷ്ണൻ, PP നസീമ ടീച്ചർ, ബഷീർ വെള്ളിക്കോത്ത്, മുഹമ്മദ് കുഞ്ഞി മാഹിൻ, V കമ്മാരൻ, MK മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിച്ചു. കുമ്പളയിൽ അട്ടിമറി സംഭവിക്കുമോ? UDF ജൈത്രയാത്ര തുടരുമോ?
കുമ്പള പുരാതനമായ പ്രദേശങ്ങളിലൊന്നാണ്. 46,168 ആണ് ഇവിടുത്തെ ജനസംഖ്യ. UDFന് മേൽക്കൈയുള്ള പഞ്ചായത്തിൽ BJPയും ഇടതു പാർട്ടികളും ഏറെ ശക്തമാണ്. ക്രിക്കറ്റ് ഇതിഹാസം അനിൽ കുംബ്ലെയ്ക്ക് കുടുംബപേരുള്ള നാട്. നിരവധി ക്ഷേത്രങ്ങളും പള്ളികളും കൊണ്ട് ധന്യമാണ്. 23 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFന് 15, JDSന് 1, BJPക്ക് 6, CPMന് 2 അംഗങ്ങളുണ്ട്. 2 പ്രസിഡന്റുമാരാണ് 5 വർഷത്തിനിടയിൽ ഇവിടെ മാറി മാറി ഭരിച്ചത്. ISO അംഗീകാരവും കോൺക്രീറ്റ് റോഡുകളും ക്ഷേമ പെൻഷനുകളും ഭവന പദ്ധതികളുമാണ് വലിയ നേട്ടങ്ങൾ. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ മാറ്റങ്ങളല്ലാതെ വേറൊരു വികസനവും ഇവിടെ നടന്നിട്ടില്ലെന്ന് മുഖ്യപ്രതിപക്ഷമായ BJPയിലെ ಮುರಳೀಧರ പറഞ്ഞു. ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ ಕಳೆದ ಬಾರಿ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನಲ್ಲಿ 6 ಸೀಟುಗಳನ್ನು ಪಡೆದು 6 ಸೀಟುಗಳಲ್ಲಿ ಕೂಡ ಬಹಳವಾದಂಥ ಅಭಿವೃದ್ಧಿಯ ಕಾಮಗಾರಿಯನ್ನು ಮಾಡಿದೆ. ಒಳ್ಳೆಯ ಪ್ರತಿಪಕ್ಷವಾಗಿ ಕುಂಬಳೆ ಪಂಚಾಯತ್ನಲ್ಲಿ ಮೂಡಿ ಬಂದಿದ್ದು ಜನಪರ ಹೋರಾಟದಲ್ಲಿ ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿದಂಥ ಒಂದು ಪಕ್ಷವಾಗಿದೆ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷ. ಆದರೆ ಆಮೇಲೆ ಈ UDFನ ಅಧಿಕಾರದಲ್ಲಿ ಬಂದಂಥ ಅಧ್ಯಕ್ಷರು, ಪ್ರಥಮವಾಗಿ ರಂಬ್ಲಾ ಅಂತ ಹೇಳುವಂಥ ಅಧ್ಯಕ್ಷರಿದ್ದರು. ಬಹಳ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಆಡಳಿತವನ್ನು ಮಾಡಿದರು. ಕೊನೆಗೆ ಮುಸ್ಲಿಂ ಲೀಗ್ ಮಧ್ಯ ಪ್ರವೇಶ ಮಾಡಿ ಅಲ್ಲಿಂದ ಅಧ್ಯಕ್ಷರ ಬದಲಾವಣೆಯಾಯಿತು. ಅಧ್ಯಕ್ಷರ ಬದಲಾವಣೆ ಆದ ಮೇಲೆ ಯಾವುದೇ ಕಾಮಗಾರಿಗಳಾಗಲಿ ಪಂಚಾಯತ್ನ ವಿಕಸನವಾಗಲಿ ಮತ್ತೆ ಅಭಿವೃದ್ಧಿ ಪಥದಲ್ಲಿ ಬರಲಿಲ್ಲ. ಮತ್ತು ಕೊಡಬೇಕಾದಂಥ ಸೌಲಭ್ಯಗಳನ್ನು ಕೂಡ ಸರಿಯಾಗಿ ಕೊಡಲಿಲ್ಲ. ಜನರಿಗೆ ಇವತ್ತು ಎಲ್ಲ ವಿಷಯವೂ ಕೂಡ ಕುಂಬಳೆ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಬಗ್ಗೆ ತಿಳಿದ ಕಾರಣ ಜನರೆಲ್ಲರೂ ಕೂಡ ಇವತ್ತು ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಕಡೆಗೆ ಸ್ಪಂದಿಸ್ತಾ ಇದ್ದಾರೆ. എന്നാൽ വലിയ വികസനമാണ് ചെയ്തതെന്നും ഈ വികസനം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് പറയുന്നു. ഈ ഗവേണിംഗ് പഞ്ചായത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മരണം മുതൽ ജനനം വരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായിട്ട് എടുക്കാനുള്ള സംവിധാനമാണ്. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരമാണ് ആ സമ്പ്രദായം. പിന്നെ 825ഓളം ഭവന പദ്ധതി പാവപ്പെട്ട അർഹതപ്പെട്ട എല്ലാവർക്കും ഏകദേശം 90% ആളുകൾക്കും പഞ്ചായത്ത് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ISO അംഗീകാരം പഞ്ചായത്തിന് ഞങ്ങളുടെ ഭരണസമിതി കാലത്താണ് ലഭിച്ചത്. 90%-ലേറെ റോഡുകളും കോൺക്രീറ്റും അതുപോലെ തന്നെ ഇൻ്റർലോക്കും അതുകൊണ്ടാണ് നിർമ്മിച്ചത്. 90%-ലേറെ ക്ഷേമ പെൻഷനുകളും പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പുരാതനമായി ഈ നാടിൻ്റെ മനസ്സ് മാറുമെന്ന് BJP പറയുമ്പോൾ കുമ്പളയുടെ മനസ്സ് പച്ചയ്ക്കൊപ്പമാണെന്ന് ലീഗും അവകാശപ്പെടുന്നു. കാറൊടുക്കയിൽ ആര്? ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാറൊടുക്ക പഞ്ചായത്ത് BJPയും UDFും ഭരണത്തിനു വേണ്ടി ആഞ്ഞു ശ്രമിക്കുകയാണ്. കലകളുടെയും കായിക മികവിൻ്റെയും കേന്ദ്രമാണ് കാറടുക്ക. അതിർത്തി പ്രദേശത്തെ അത്യാവശ്യം വലിയ ടൗണുകളിലൊന്നായ മുള്ളേരിയാണ് കാറടുക്കയുടെ ആസ്ഥാനം. 41.17 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന കാറടുക്ക ഗ്രാമപഞ്ചായത്തിൽ 20,091 ജനസംഖ്യയാണ് ഏറ്റവും ഒടുവിലായി നടന്ന കണക്കെടുപ്പിൽ ഉള്ളത്. കാർഷിക മേഖലയ്ക്ക് വാരിക്കോരി നൽകിയ ആനുകൂല്യങ്ങളും വിവിധ പെൻഷൻ പദ്ധതികളും അംഗൻവാടികളും കുടിവെള്ളവും ടൗൺ വികസനവും 5 വർഷത്തിലെ വലിയ വികസനമാണ്. 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇടത് വലതു മുന്നണിയും BJPയും തുല്യശക്തികളാണ്. BJPക്ക് 6ഉം UDFന് 6ഉം അംഗങ്ങളുള്ളപ്പോൾ CPMന് 3 പ്രതിനിധികളുണ്ട്. ഭരണം സർവ്വമേഖലയിലും പരാജയമായിരുന്നുവെന്നും ഇതിനെതിരെയുള്ള വിധേയത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും CPM കാറടുക്ക ലോക്കൽ സെക്രട്ടറി A. വിജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷക്കാലമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ് പഞ്ചായത്തിൻ്റെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. വികസന രംഗത്ത് വേണ്ടത്ര കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ ഭാഗമായി മുള്ളേരിയ ടൗണിൻ്റെ വികസനം ഉൾപ്പെടെയുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർ മനസ്സിലാക്കി വരികയാണ്. തൊട്ടടുത്ത മുളിയാർ പഞ്ചായത്തിനകത്തും വെള്ളൂർ പഞ്ചായത്തിനകത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഭരണസമിതി നിലവിൽ വന്നപ്പോൾ ആ നാട്ടിനകത്തുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാറടുക്കയിലെ ജനങ്ങൾ നോക്കിക്കാണുകയാണ്. വികസനം BJP മേഖലയിൽ മാത്രമായിരുന്നുവെന്ന് UDFിലെ മുസ്ലിം ലീഗ് പ്രതിനിധി C. മുഹമ്മദ് കുഞ്ഞി അഭിപ്രായപ്പെടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ UDF ശക്തമായ നിലയിൽ ഒരു തിരിച്ചുവരവ് നടത്തും. 15 വർഷമായി ഈ പഞ്ചായത്ത് BJPയുടെ അധീനതയിലാണ് നടക്കുന്നത്. വികസനപരമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക് ഈ പഞ്ചായത്തിനെ തള്ളിവിട്ടുകയാണ് BJP ഇവിടെ ചെയ്തത്. ഒരു പൊതുജനങ്ങൾക്കുള്ള സൗകര്യത്തിന് ഒരു ശൗചാലയം പോലും നല്ല രീതിയിൽ പണിയാൻ ഇവിടെ സാധിച്ചിട്ടില്ല. അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായുള്ള ഡ്രെയിനേജ്, ഒരു ബസ് സ്റ്റാൻഡ് സൗകര്യം, അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ
ഈ മലയോര മേഖലയിൽ ചെറിയൊരു പട്ടണമായ മുള്ളേരിയയിൽ ഒരു പാർക്കിംഗ് സൗകര്യം പോലും നൽകാതെ 3000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, എല്ലാ വില്ലേജ് ഓഫീസ്, സർക്കാർ ഓഫീസുകൾ, ആശുപത്രികൾ എല്ലാം ഉള്ള ഇവിടെ. എന്നാൽ ഭരണകക്ഷിയായ BJP നേട്ടങ്ങളുടെ പട്ടിക അക്കമിട്ട് നിരത്തുന്നു. വികസന വിപ്ലവമാണ് BJP 5 കൊല്ലം കൊണ്ട് നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ജനനി പറയുന്നു. 5 വർഷത്തിൽ BJP ആണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻഡോസൾഫാൻ ബാധിത പ്രദേശമായതുകൊണ്ട് ബഡ്സ് സ്കൂൾ ആരംഭിക്കുകയും 1.5 കോടിയുടെ ഒരു ബഡ്സ് സ്കൂൾ കെട്ടിട ഉദ്ഘാടനം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളും കുടിവെള്ള പദ്ധതികളും, പിന്നെ റോഡ്, SC കോളനികൾ, റോഡ്, കുടിവെള്ളം, അതുപോലെ തന്നെ SC വിഭാഗത്തിന് ഓട്ടോറിക്ഷ കൊടുത്ത് സ്വയം തൊഴിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ കാറെടുക്ക പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDFും UDFും. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയായ BJP ഭരണം നിലനിർത്താനുള്ള തീവ്ര പരിശ്രമത്തിലുമാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക്. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ K. ഭാസിന്റെ ഓർമ്മയ്ക്കായുള്ള ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട്ട് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ദിവസങ്ങൾ മറ്റ് പരിപാടികൾക്ക് ഒന്നും പോകാതെ എഴുതാൻ കുറെ കാര്യമായിട്ടുള്ളത് കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ വിനോദ് വിളിച്ചിട്ടിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിനോദ് ഞാൻ വരും, ഞാൻ എന്തായാലും ആ ചിത്രങ്ങൾ കാണാൻ വരും. അങ്ങനെയാണ് ഞാൻ വിനോദ് വിളിച്ചപ്പോൾ പെട്ടെന്ന് സമ്മതിക്കുകയും ഈ ഒരു വലിയ സംരംഭം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രതിഭകളായിട്ടുള്ള ചിത്രം വരക്കുന്ന കുട്ടികൾക്ക് ഒരു മാർഗദർശനം നൽകാൻ ഇനിയുള്ള കാലത്ത് ഫൗണ്ടേഷൻ ശ്രമിക്കുമ്പോൾ അർജുൻ K. ദാസ് നഴ്സറി വിദ്യാഭ്യാസം മുതൽ വരച്ച പെയിന്റിങ്ങുകളും ആനിമേഷൻ ചിത്രങ്ങളും ഉൾപ്പെടെ 100ഓളം ചിത്രങ്ങളാണ് ദാസ് ആർട്സ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിലെ ആനിമേഷൻ വിദ്യാർത്ഥിയായിരുന്ന അർജുൻ K. ദാസ് കഴിഞ്ഞ ജൂൺ 22-നാണ് പ്രൊജക്ടിന്റെ ഭാഗമായി സിക്കിമിലെത്തുകയും അവിടെ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിമരിക്കുകയും ചെയ്തത്. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് SI K. മോഹൻദാസിന്റെയും കാഞ്ഞങ്ങാട് നഴ്സിംഗ് സ്കൂളിലെ ജീവനക്കാരി കരുണാദാസിന്റെയും മകനാണ്. അർജുന്റെ ഓർമ്മകൾ നിലനിർത്താനാണ് കുടുംബം തന്നെ ഇത്തരമൊരു ചിത്രപ്രദർശനം സംഘടിപ്പിച്ചത്. ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ദിനേശ് ചെറുവാട്ട്, വിനോദ് അമ്പലത്തറ, രാജേന്ദ്രൻ പുല്ലൂർ, ശ്യാമ ശശി, VV രമേശൻ, കാഞ്ഞങ്ങാട് DYSP ഹരിശ്ചന്ദ്ര നായിക്ക്, CI U പ്രേമൻ, SI മൊയ്തീൻകുട്ടി, CB തോമസ്, സംശുദ്ദീൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരു കൈകളുമില്ലാത്ത പയ്യന്നൂർ കോളേജ് വിദ്യാർത്ഥി വൈശാഖ് കാലുകൊണ്ട് ചിത്രം വരച്ച് ശ്രദ്ധേയനായി. ചിത്രപ്രദർശനം ഈ മാസം 27 വരെ നീണ്ടു നിൽക്കും. ഊണിനോടൊപ്പം ഒരു പപ്പടം കഴിക്കാമെന്ന് കരുതിയാൽ ഇനി അല്പം പ്രയാസപ്പെടും. ഉഴുന്നുപരിപ്പിന്റെ വില കുതിച്ചുയർന്നതോടെ പപ്പടമുണ്ടാക്കി ജീവിക്കുന്ന 100 കണക്കിന് ആളുകൾക്ക് തൊഴിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥ. നേരത്തെ എത്തിച്ച ഉഴുന്നുമാവ് കൂടി കഴിയുന്നതോടെ പപ്പട നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലാണ് ചെറുകിട പപ്പട നിർമ്മാതാക്കൾ. ഉൽപാദന ചെലവിനൊത്ത വരുമാനം കിട്ടുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. 1 കിലോ ഉഴുന്നുപരിപ്പിന് ഇപ്പോൾ 200 രൂപയാണ് വില. ഉഴുന്നു പൊടിക്കാൻ സംവിധാനങ്ങൾ പരിമിതമായതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഉഴുന്നുമാവ് എത്തിച്ചാണ് പപ്പടമുണ്ടാക്കുന്നത്. 50 കിലോ വരുന്ന ഒരു ചാക്ക് ഉഴുന്നുമാവിന് ഇപ്പോൾ 10,000-ലും മുകളിലാണ് വില. എണ്ണത്തിലും വലുപ്പത്തിനുമനുസരിച്ചാണ് പപ്പടത്തിന് വില ഈടാക്കുന്നത്. 12 എണ്ണമുള്ള വലുപ്പം കുറഞ്ഞ പപ്പട പാക്കറ്റിന് 15 രൂപയാണ് വില. പപ്പടം ഉണ്ടാക്കുന്നവർക്ക് ഒരു പപ്പടത്തിന് 1 രൂപയാണ് ലഭിക്കുക. ഒരു പപ്പടത്തിന് ചുരുങ്ങിയത് 2 രൂപയെങ്കിലും ലഭിക്കണം എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഉഴുന്നുമാവിന് ഇത്രയും വില ഉയർന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന് 40 വർഷമായി പപ്പടമുണ്ടാക്കുന്ന കൊടക്കാട് സ്വദേശി മധുസൂദനൻ പറയുന്നു. കിട്ടുന്നത് കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 50 കിലോന്റെ ചാക്കിന് 3,500 രൂപ 3,200 രൂപ ഉണ്ടായിരുന്നു. അത് ഇക്കൊല്ലാകുമ്പോഴേക്കും അത് 8,500 രൂപയായി. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പൈസ അല്ല ഈ ആഴ്ച പോകുമ്പോൾ അത് 10 രൂപ 100 രൂപ എന്നല്ല കൂടുതൽ കൂടുമ്പോൾ 1,000 രൂപ 1,500 രൂപ ഒറ്റയടിക്ക് കൂടും. വില കൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പപ്പടം ഇപ്പം 12 എണ്ണ ഇല്ല ഒരു പാക്കറ്റിൽ. ഈ 12 എണ്ണം ഇപ്പം അത് ചെറുതായി വരുവാണ്. ഇനിയിപ്പോൾ ഇതിലപ്പുറം കാട്ടി ചെറുതാക്കാനും കഴിയില്ല. ഇനിയിപ്പം വില കൂട്ടിൻ്റെ ഇപ്പോൾ അത്രയാണ്. ഇപ്പോൾ ഒരു പപ്പടത്തിന് ഇപ്പോൾ 1 രൂപ 25 പൈസയായി മേടിക്കുന്ന ജനങ്ങൾക്ക് 1 രൂപ 25 പൈസ. ഇനി എന്താണെന്നില്ല ഒന്നാണ് ഇതിലായിപ്പം. കഴിഞ്ഞ വർഷം 1 കിലോ ഉഴുന്നുപരിപ്പിന് 65 രൂപയായിരുന്നു വില.
ഈ ഓണക്കാലത്താണ് വില ഇരട്ടിയോളമായി ഉയർന്നത്. തുടർന്നുള്ള 3 മാസത്തിനിടയിൽ മാത്രം 50 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഉഴുന്നുമാവിന് പുറമെ പപ്പടക്കാരം, ഉപ്പ് എന്നിവ ചേർത്താണ് പപ്പടം ഉണ്ടാക്കുന്നത്. യന്ത്രസഹായമില്ലാതെ 2 പേർ പരിശ്രമിച്ചാൽ ചുരുങ്ങിയത് 1000 പപ്പടമെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഉഴുന്നുമാവിൻ്റെ വില കുതിച്ചുയർന്നതോടെ പരമ്പരാഗതമായി പപ്പടമുണ്ടാക്കി ജീവിക്കുന്ന പല കുടുംബങ്ങളും നിർമ്മാണം പകുതിയാക്കി ചുരുക്കി. ഉഴുന്നുവില നിയന്ത്രിക്കുകയോ പപ്പടവില വർദ്ധിപ്പിക്കുകയോ ചെയ്യാതെ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് കുടിൽ വ്യവസായമായി പപ്പടമുണ്ടാക്കുന്നവർ പറയുന്നത്. പ്രതീക്ഷയോടെ നിരവധി കുടുംബശ്രീ യൂണിറ്റുകളും ഈ മേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു. അവരും കടുത്ത പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉപ്പിലിക്കൈ മോനാച്ച യുവധാര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മോനാച്ച യുവതാര പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പഞ്ചാരിമേളം അരങ്ങേറ്റവും മുതിർന്ന വാദ്യകലാകാരന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ഉപ്പിലിക്കൈ ജിത്തു മാരാർ, കൃഷ്ണപ്രസാദ് മാരാർ, നീലേശ്വരം എന്നിവരുടെ ശിക്ഷണത്തിൽ പഞ്ചാരിമേളം അഭ്യസിക്കുന്ന 35ഓളം കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത്. തുടർന്ന് മുതിർന്ന വാദ്യകലാകാരന്മാരെ ആദരിച്ചു. മോനാച്ച ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ ദീപം തെളിയിക്കൽ ചടങ്ങോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ആഘോഷ പരിപാടികളിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു. അനുമോദനം, പ്രസാദ വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് നിട്ടടുക്കം ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ചണ്ഡികാ ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. ചണ്ഡികാ ഹോമത്തിൽ അനേകം പേർ സംബന്ധിച്ചു. കുമ്പള, ആരിക്കാടി, ചക്രപാണി, ദേവ പൂജിത്തായരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചണ്ഡികാ ഹോമം നടന്നത്. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ഭരണം സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാക്കിയെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്തിപ്പോൾ നിയമന നിരോധനമെന്നും പിണറായി. അവിശുദ്ധ സഖ്യം CPM-ഉം BJP-യും തമ്മിലാണെന്ന് അഡ്വക്കേറ്റ് CK ശ്രീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളും. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡിലാണ് 100ഓളം സ്ത്രീകൾ പ്രചരണത്തിനിറങ്ങിയത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ K. ദാസിന്റെ ഓർമ്മയ്ക്കായുള്ള ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് തുടങ്ങി. ഉഴുന്നുപരിപ്പിന്റെ വില കുതിച്ചുയർന്നതോടെ പപ്പട നിർമ്മാണ മേഖല പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.